അപ്പൊ തുടങ്ങാല്ലേ? ബസ് കാത്ത് നിൽക്കുന്നത് ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി പേരെന്താ? തങ്കം. നല്ല പേര്. തങ്കം പോലത്തെ ഒരു ചേച്ചി. ഈ 5 വർഷവും ഭരിക്കും, അടുത്ത 5 വർഷവും ഈ ഗവൺമെന്റ് തന്നെ ഭരിക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. മുട്ടയും വാങ്ങിച്ചോണ്ടൊരു പുള്ളി ദേ വരുന്നു. ഹലോ, നിങ്ങൾ എന്താ ഇവിടെ? അപ്പം ആളൊരു കമ്മ്യൂണിസ്റ്റ് ആണ്. സർക്കാർ വരുത്തേണ്ട മാറ്റങ്ങൾ ആര് നിലവിൽ വന്നാലും എന്തൊക്കെയാണ് നീ കാട്ടാക്കട എവിടെ ഉള്ളത്? കാട്ടാക്കട മെല്ലിട്ടങ്ങനെ മോഹൻ അറിയാം മോനക്ക്. അതായത് പ്രവർത്തനത്തിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആണെന്നുള്ളത് തന്നെയാണോ പറയുന്നത്? ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. യഥാർത്ഥ പറഞ്ഞ പെൻഷൻ പോലും കൊടുക്കില്ല. ഇലക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വല്ലതും പറയണോ? പറഞ്ഞോ. അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലേ തള്ള. ഈ 9-ാം തീയതി വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആർക്ക് വോട്ട് കൊടുക്കുമായിരുന്നു? ഏത് പാർട്ടിക്ക് വോട്ട് കൊടുക്കുമായിരുന്നു? LDF. ആഹാ, കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കേസ് അതാണ്. അപ്പൊ ഞാൻ വേറെ പറയാം, മൊത്തത്തിൽ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അവർക്ക് അമ്പലങ്ങളില്ല, വിശ്വാസങ്ങളില്ല. എത്ര CPM കാരെ ഞാൻ കാണിച്ചു തരാം അമ്പലങ്ങളുമായിട്ട് പൂജയായിട്ട് നടക്കുന്ന. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. ചോദ്യം പിൻവലിച്ചൊക്കെ പോയി. അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ.